ക്ലാസിക്സ് ഹിക്മാക്കീസ് ഭാഗം 2. പ്രവാചക ചരിത്രം: മുഹമ്മദ് നബി, മൂസ നബി, ഇബ്രാഹിം നബി, യൂസുഫ് നബി. ഖുർആനിൽ കൂടുതൽ തവണ പേരു പറഞ്ഞ പ്രവാചകൻ ആരാണ്? യൂസുഫ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം. ഉത്തരം: മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിയെ കുറിച്ചാണ് ഖുർആനിൽ കൂടുതൽ തവണ പേര് പറഞ്ഞത്. സോലിഹ് നബി ഒട്ടകം, മൂസ നബി പ്രാവ്, കാക്ക, മത്സ്യം, പാമ്പ്. ഉത്തരം: പാമ്പ്. മൂസ നബി അലൈഹിസ്സലാമയുടെ വടി താഴെയിടുമ്പോൾ പാമ്പാകുക എന്നുള്ളത് അള്ളാഹു നൽകിയ അമാനുഷിക ദൃഷ്ടാന്തമാണ്. സീന മരുഭൂമിയിൽ ഇസ്രായേലിയർക്ക് അള്ളാഹു കനിഞ്ഞരുളിയ ഭക്ഷണം ഏതെല്ലാമായിരുന്നു? പാലും തേനും, മന്നയും സൽവയും, ഒലീവും കാരക്കയും, ഗോതമ്പും ചോളവും. ഉത്തരം: മന്നയും സൽവയും. സീനാ മരുഭൂമിയിൽ ഇസ്രായേലിയർക്ക് അള്ളാഹു നൽകിയ ഭക്ഷണങ്ങളായിരുന്നു മന്നയും സൽവയും. കിബ്തി വംശത്തിൽപ്പെട്ട രാജാവ് ആര്? ഫിർഔൻ, സുലൈമാൻ, നജ്ജാശി, നമ്രൂദ്. ഉത്തരം: ഫിർഔൻ. ഫിർഔൻ കിബ്തി വംശത്തിൽപ്പെട്ട രാജാവായിരുന്നു. കലീമുള്ള അഥവാ അള്ളാഹുവുമായി സംസാരിച്ച പ്രവാചകൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം. ഉത്തരം: മൂസ നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് കലീമുള്ള എന്ന് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമാണ് എന്ന് ഖുർആൻ പറഞ്ഞ പ്രവാചകൻ ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, ആദം നബി, നൂഹ് നബി. ഉത്തരം: ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയെ കുറിച്ചാണ് ഒരു സമൂഹം എന്ന് ഖുർആൻ പരാമർശിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പിതാവ് ആരാണ്? അയ്യൂബ് നബി, യഅ്കൂബ് നബി, ശുഐബ് നബി, ഇസ്മായിൽ നബി. ഉത്തരം: യഅ്കൂബ് നബി അലൈഹിസ്സലാമയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പിതാവ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ നാമം എത്ര തവണയാണ് ഖുർആനിലുള്ളത്? 96, 36, 69, 134. ഉത്തരം: 69. ഇബ്രാഹിം നബിയുടെ പേര് ഖുർആനിൽ 69 തവണയാണ് ഉള്ളത്. അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ട പ്രവാചകൻ ആര്? മൂസ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉത്തരം: ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ. ഒരു നബിയുടെ പിതാവും പിതാമഹനും പ്രപിതാവും പ്രവാചകനാണ്. ആരുടെ? യൂസുഫ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉത്തരം: യൂസുഫ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം, ഇസ്ഹാഖ്, യഅ്കൂബ്, യൂസുഫ്. ഏറ്റവും നല്ല കഥ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ഏത് പ്രവാചകൻ്റെ കഥയാണ്? മൂസ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. ഉത്തരം: യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കഥയാണ് ഏറ്റവും നല്ല കഥ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്.
കുട്ടിയായിരിക്കെ കിണറ്റിലെറിയപ്പെട്ട പ്രവാചകൻ ആരാണ്? സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, ദുൽകിഫ്ലി നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. ഉത്തരം യൂസഫ് നബി അലൈഹിസ്സലാമാണ് ചെറുപ്രായത്തിൽ കിണറ്റിൽ എറിയപ്പെട്ട പ്രവാചകൻ. യൂസഫ് നബി അലൈഹിസ്സലാമയുടെ നാമം എത്ര തവണയാണ് ഖുർആനിൽ ഉള്ളത്? 10, 23, 27, 73. ഉത്തരം 27. യൂസഫ് നബിയുടെ പേര് ഖുർആനിൽ 27 തവണയാണ് ഉള്ളത്. അബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആര്? ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച നാട് ഏതാണ്? ഇറാൻ, ഇറാഖ്, ഫലസ്തീൻ, മക്ക. ഉത്തരം ഇറാഖ്. ഇറാഖിലെ ഊർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇബ്രാഹിം നബി ജനിച്ചത്. ഈജിപ്തിൻ്റെ രാജാവായി തീർന്ന പ്രവാചകൻ ആര്? മൂസ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. ഉത്തരം യൂസഫ് നബി അലൈഹിസ്സലാമാണ് ഈജിപ്തിൻ്റെ രാജാവായി തീർന്ന പ്രവാചകൻ. ഖലീലുള്ള എന്നറിയപ്പെടുന്നത് ആരെയാണ്? മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയാണ് ഖലീലുള്ള അഥവാ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് അറിയപ്പെടുന്നത്. സ്വപ്നവ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ ആരായിരുന്നു? ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം. ഉത്തരം യൂസഫ് നബി അലൈഹിസ്സലാം. സ്വപ്നവ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകനായിരുന്നു യൂസഫ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് ഇറാഖ് ഭരിച്ച രാജാവ് ആരാണ്? ഫിർഔൻ, നമ്രൂദ്, നജ്ജാശി, ഹാമാൻ. ഉത്തരം നമ്രൂദ്. നമ്രൂദാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് ഇറാഖ് ഭരിച്ച രാജാവ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവിൻ്റെ പേര് ഇമ്രാൻ, നമ്രൂദ്, ആസർ, ഹിർക്കൽ. ഉത്തരം ആസർ. ആസർ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവിൻ്റെ പേര്. കിണർ, ജയിൽ, സ്വപ്നം, ധാന്യം ഏത് പ്രവാചകനെക്കുറിച്ചുള്ള സൂചനയാണിത്? മൂസ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, യൂസഫ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. ഉത്തരം യൂസഫ് നബി അലൈഹിസ്സലാമയെയാണ് ഈ പറയുന്ന സൂചനകൾ ഉള്ള പ്രവാചകൻ. ഏത് പ്രവാചകനാണ് മകനെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടത്? സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് മകനെ അറുക്കണമെന്ന് സ്വപ്നം കണ്ട പ്രവാചകൻ. അഹ്സനുൽ ഖസസ് എന്ന് ഖുർആൻ പരാമർശിച്ചത് ഏത് പ്രവാചകൻ്റെ ചരിത്രത്തെ പറ്റിയാണ്? യൂസഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം. ഉത്തരം
യൂസഫ് നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് അഹ്സനുൽ ഖസസ് ഏറ്റവും കഥ എന്ന് ഖുർആൻ പരാമർശിച്ചത്. ചിത്രത്തിലുള്ള പ്രവാചകൻ ആരാണ്? ഈസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേരാണ് ഈ കലിഗ്രഫിയിൽ ഉള്ളത്. ഏത് രാജ്യത്തെ രാജാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഹാജറ ബീവിയെ നൽകിയത്? എത്യോപ്യ, ഈജിപ്ത്, ഫലസ്തീൻ, ഇറാഖ്. ഉത്തരം ഈജിപ്ത്. ഈജിപ്തിലെ രാജാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഹാജറ ബീവിയെ നൽകിയത്. യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ജന്മനാട് എവിടെ? ഈജിപ്ത്, ഇറാഖ്, ഫലസ്തീൻ, ജോർദാൻ. ഫലസ്തീനാണ് യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ജന്മനാട്. ഖുർആൻ ഉമ്മത്ത് എന്ന് വിശേഷണം നൽകിയ പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയാണ് ഖുർആൻ ഉമ്മത്ത് അഥവാ സമൂഹം എന്ന് വിശേഷണം നൽകിയത്. ഇതാ കിണറ്റിലൊരു ആൺകുഞ്ഞ്. ആരെക്കുറിച്ചാണ് ഖുർആനിൽ ഈ പരാമർശം? ദാവൂദ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഉത്തരം യൂസഫ് നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് ഈ പരാമർശം ഖുർആനിൽ ഉള്ളത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനായി ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ചേർന്ന് പണിത ഭവനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മക്ക, മദീന, ഫലസ്തീൻ, ബസ്വറ. മക്കയിലാണ് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും പണിത ഭവനമാകുന്ന കഅബ ഉള്ളത്. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ട സ്വപ്നത്തിലെ സൂര്യനും ചന്ദ്രനും ആരെല്ലാമായിരുന്നു? യാക്കൂബ് നബിയും ബിന്യാമീനും, ഈജിപ്തിലെ രാജാവും മന്ത്രിയും, ഭൂമിയും സ്വർഗലോകവും, യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ഉപ്പയും ഉമ്മയും. ഉത്തരം യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ഉപ്പയും ഉമ്മയുമാണ് യൂസഫ് നബി കണ്ട സ്വപ്നത്തിലെ സൂര്യനും ചന്ദ്രനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മക്ക ഇന്ന് ഏത് രാജ്യത്താണ്? സൗദി അറേബ്യ. മുഹമ്മദ് എന്ന പദത്തിൻ്റെ അർത്ഥം വാഴ്ത്തപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ. അബ്ദുൽ മുത്തലിബിൻ്റെ യഥാർത്ഥ പേര് ഷൈബ ബിൻ ഹാഷിം. എവിടെ വെച്ചാണ് ആമിന ബീവി മരണപ്പെട്ടത്? അബവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മ ഉമ്മു ഐമൻ. ഹലീമ ബീവിയുടെ അപരനാമം ഉമ്മു കബുഷ. ഹലീമ ബീവിയുടെ ഗോത്രം ബനു സഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേയ്ക്കാൻ തുടങ്ങിയ പ്രായം 12 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്രായത്ത് മർദ്ദിതരെ സഹായിക്കാനുണ്ടാക്കിയ സംഘത്തിൽ നബിയും പങ്കാളിയായിരുന്നു. എന്തായിരുന്നു ഇതിൻ്റെ പേര്? ഹലഫുൽ ഫുലൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഹർബുൽ ഫിജാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഏത് പേരിലാണ്? ജാഹിലിയ കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് കഅബയുടെ പരിപാലകർ ആരായിരുന്നു? ഖുറൈശികൾ.
ആദ്യമായി സിറിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 12 വയസ്സ്. സിറിയയിലേക്കുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ക്രിസ്തീയ പുരോഹിതൻ ആരാണ്? ബഹീറ. ഹർബുൽ ഫിജാറിൽ പങ്കെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 14 വയസ്സ്. മുഹമ്മദ് പ്രവാചകനാകുമെന്ന് പ്രവചിച്ച ക്രിസ്തീയ പുരോഹിതൻ ബുഹൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം അൽ അമീൻ. വെള്ളപ്പൊക്കത്താൽ തകർന്ന കഅബയുടെ ഹജറുൽ അസ്വദ് തിരിച്ചുവെക്കുന്ന തർക്ക വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ്? 35-ാമത്തെ വയസ്സിൽ. അൽ അമീൻ എന്നതിൻ്റെ അർത്ഥം വിശ്വസ്തൻ. അബുൽ ഖാസിം എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റഹ്മത്തുൻ ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥമെന്ത്? ലോകത്തിന് മുഴുവനുള്ള കാരുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയ നാമം ആനക്കലഹ വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര ഏത് പ്രവാചകനിലേക്കാണ് എത്തിച്ചേരുന്നത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയിൽ പിറന്ന മക്കൾ എത്ര എണ്ണമാണ്? 2 ആൺകുട്ടികൾ, 4 പെൺകുട്ടികൾ. കാസിം, അബ്ദുള്ള, സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ ബീവിയുടെ വിശിഷ്ടനാമം ത്വാഹിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ അബ്ദുള്ളയുടെ അപരനാമം ത്വയ്യിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ മകൾ ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി ദാമ്പത്യ ജീവിതം എത്ര വർഷം നീണ്ടുനിന്നു? 25 വർഷം. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചത് ഏത് മാസത്തിൽ? റമളാൻ മാസത്തിൽ. ആദ്യ വഹി ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി ആരുടെ അടുക്കലേക്കാണ് കൊണ്ടുപോയത്? വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ. ആദ്യമായി നബിയിൽ വിശ്വസിച്ചത് ആരാണ്? ഖദീജ ബീവി. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പിതൃവ്യന്മാർ ആരെല്ലാമാണ്? ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ആരാണ്? അബൂ ലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷമാണ് മക്കയിൽ പ്രബോധനം നടത്തിയത്? 13 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഖുർആൻ, അമാനുഷിക ദൃഷ്ടാന്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ ഏത് സൂറത്തിൽ? സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖ് ഖുർആനിലെ എത്രാമത്തെ അധ്യായമാണ്? 96-ാമത്തെ. സൂറത്തുൽ ലഹബ് ഇറങ്ങാനിടയായ സംഭവം നടന്ന സ്ഥലം ഏതാണ്? സഫ മല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി എത്ര വർഷം പ്രബോധനം നടത്തി? 3 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ശാപവാക്കുമായി വന്നത് ആരാണ്? അബൂ ലഹബ്. ഖുർആനിൽ പേരെടുത്തു ശപിച്ച ഏക വ്യക്തി ആരാണ്? അബൂ ലഹബ്. അബൂ ലഹബിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഉമ്മു ജമീൽ. ഖുർആനിൽ വിറക് ചുമട്ടുകാരി എന്ന പ്രയോഗം ആരെക്കുറിച്ചാണ്? ഉമ്മു ജമീലിനെ, അബൂ ലഹബിൻ്റെ ഭാര്യ. ഉമ്മു ജമീലിൻ്റെ ശരിയായ പേര്
അർവ ബിൻതു ഹർബ്. കുട്ടികളിൽ നിന്ന് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ച ആദ്യ അടിമ ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഖുർആനിൽ പേര് പറയപ്പെട്ട സ്വഹാബി ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എവിടേക്കാണ് വിളിച്ചു കൂട്ടിയത്? സഫാ മലയുടെ മുകളിലേക്ക്. സഫാ മലയിലേക്ക് കുടുംബക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് എങ്ങനെയാണ്? വാ സ്വബാഹ. വാ സ്വബാഹ എന്നതിൻ്റെ അർത്ഥം ഇതാ നിങ്ങൾക്കൊരു ദുർദിനം ആസന്നമായിരിക്കുന്നു. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ആരാണ്? അബൂലഹബ്. ആദ്യ വഹീന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ആയത്തുകൾ ഏത് സൂറത്തിലേതാണ്? അൽ മുദ്ദസ്സിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞത്ത് അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനി ആരാണ്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റഹ്മത്തുൻ ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥമെന്ത്? ലോകത്തിന് മുഴുവനുള്ള കാരുണ്യം. ഇസ്ലാമിലെ ആദ്യ പുരുഷ രക്തസാക്ഷി ആരാണ്? ഹാരിസ് ഇബ്നു അബി ഹാല. ഇസ്ലാമിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? സുമയ്യ ബിൻ ഹയ്യാത്ത് റളിയല്ലാഹു അൻഹ. അബൂജഹലിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അംർ ഇബ്നു ഹിഷാം. ആദ്യമായി മുസ്ലിങ്ങൾ ഹിജ്റ പോയത് എവിടേക്കായിരുന്നു? അബസീനിയ. അബസീനിയയിലേക്ക് ഹിജ്റ പോയത് എന്ന്? നുബുവത്തിൻ്റെ 5-ാം വർഷം. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് നുബുവത്തിൻ്റെ എത്രാം വർഷമാണ്? 6-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങൾക്ക് അബസീനിയയിൽ അഭയം നൽകിയ രാജാവ് ആരായിരുന്നു? നജ്ജാശി രാജാവ്. നിസ്സഹകരണം നുബുവത്തിൻ്റെ എത്രാം വർഷമാണ്? 7-ാം വർഷം. ഇസ്രാ മിഅ്റാജ് നടന്ന വർഷം ഏതാണ്? നുബുവത്തിൻ്റെ 10-ാം വർഷം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ യാത്രയിലെ വാഹനം ഏതായിരുന്നു? ബുറാഖ്. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എത്തിയത് എവിടെ? ബൈത്തുൽ മുഖദ്ദിസിൽ. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കണ്ട പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം. മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവുമായി സംസാരിച്ച സ്ഥലം സിദ്റത്തുൽ മുൻതഹ. മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-ാം ആകാശത്ത് കണ്ട പ്രവാചകന്മാർ യഹ്യ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം. മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3-ാം ആകാശത്ത് കണ്ട പ്രവാചകൻ യൂസഫ് നബി അലൈഹിസ്സലാം. മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4-ാം ആകാശത്ത് കണ്ട പ്രവാചകൻ ഇദ്രീസ് നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5-ാം ആകാശത്ത് കണ്ട പ്രവാചകൻ ഹാറൂൻ നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം ആകാശത്ത് കണ്ട പ്രവാചകൻ മൂസ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7-ാം ആകാശത്ത് കണ്ട പ്രവാചകൻ ആരായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
പ്രവാചക പത്നി ഖദീജ ബീവി മരണപ്പെട്ട വർഷം ഏതാണ്? നുബുവത്തിൻ്റെ 10-ാം വർഷം. ആമുൽ ഹുസ്ൻ അഥവാ ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് ഖദീജ ബീവിയും അബൂ ത്വാലിബും മരണപ്പെട്ട വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെല്ലാം പുത്രിമാരെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത്? റുഖിയ്യ, ഉമ്മു കുൽസൂം. പ്രവാചക പത്നി ആയിഷ ബീവിയുടെ സ്ഥാനപ്പേര് എന്തായിരുന്നു? സിദ്ദീഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ നരകങ്ങൾ നേരിൽ കണ്ട ദിവസം ഏതാണ്? മിഅ്റാജ് ദിവസം. ത്വായിഫ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ച സ്വഹാബി ആരായിരുന്നു? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് യാത്ര നടന്ന വർഷം ഏതാണ്? നുബുവത്തിൻ്റെ 10-ാം വർഷം. മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മലക്കുകളെ കണ്ട സ്ഥലം സിദ്റത്തുൽ മുൻതഹ. മുഹമ്മദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം പരാമർശിച്ചിരിക്കുന്നു? 4 തവണ. ആല് ഇംറാൻ, അഹ്സാബ്, മുഹമ്മദ്, ഫതഹ്. മുഹമ്മദുൻ റസൂലുള്ള എന്ന പദം ഖുർആനിൽ എത്ര തവണയുണ്ട്? 1 തവണ. സൂറ ഫതഹ് 29. ഖുർആനിൽ പേര് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 സമകാലികർ ആരെല്ലാമാണ്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, അബൂ ലഹബ്. സൂറ അബസയിൽ പരാമർശിക്കുന്ന അന്ധൻ ആരാണ്? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്ന് പരാമർശിക്കുന്ന സൂക്തം ഏതാണ്? സൂറത്തുൽ അഹ്സാബ് 21-ാമത്തെ ആയത്ത്. അടിമ നമസ്കരിക്കുമ്പോൾ തടഞ്ഞവനെ നീ കണ്ടില്ലേ? ഖുർആൻ തടഞ്ഞവൻ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അബൂജഹലിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-ാം അഖബ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? നുബുവത്തിൻ്റെ 13-ാം വർഷം. മുഹമ്മദ് എന്ന പേര് കൂടാതെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയ നാമം ഏതാണ്? അഹമ്മദ്. സൂറ സഫ് 6-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്ന് പ്രതിപാദിക്കുന്ന സൂറത്ത് ഏതാണ്? സൂറ അഹ്സാബ് 40-ാമത്തെ ആയത്ത്.